പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്രത്തിന് എന്ത് സംഭവിച്ചതെന്നൊന്നും അറിയാതെ ആകപ്പാടെ ടെൻഷനിലാണ്. അപ്പം മേരി ചേച്ചിയെടുത്ത് വിക്രം എന്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മേരി ചേച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്, ഉടനെ തന്നെ വരും, അതുപോലെ അനിയൻ കുട്ടനും കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് മേരി ചേച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മേരി ചേച്ചിക്ക് അറിയാം അനിയൻകുട്ടൻ മരിച്ചെന്നുള്ള കാര്യം. മേരി ചേച്ചിക്ക് അറിയാം. ഗീവർഗീസ് ഏട്ടൻ വന്ന് മേരി ചേച്ചിയെ വിളിച്ച സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വേദ വിക്രം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയാണ്. ഹസ്ബൻഡും കൂടെ ഉള്ള സമയത്ത് പറയേണ്ട ഒരു വാർത്തയാണ്, സന്തോഷകരമായ ഒരു വാർത്തയാണെന്ന് പറയാണ്. അപ്പം വേദ എന്താണെന്നുള്ള രീതിയിൽ ഡോക്ടറിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഡോക്ടർ പറയാണ്, വേദ പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷകരമായ വാർത്ത ഡോക്ടർ അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അപ്പം വേദ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ച് വയറ്റിലൊക്കെ കൈവച്ചിങ്ങനെ സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് വിക്രത്തിൻ്റെ കാര്യം ആലോചിച്ചത്. വിക്രം എവിടെയാണ്? വിക്രത്തെ ഈ സന്തോഷ വാർത്ത അറിയിക്കണം എന്നുള്ള ഒരു ടെൻഷനിൽ തന്നെ ഇരിക്കുകയാണ്. എവിടെയാണ്, എന്ത് സംഭവിച്ചു ഒന്നും അറിയാൻ പറ്റുന്നില്ല വേദയ്ക്ക്. ഈ സമയത്താണ് വിക്രത്തിനെയാണെങ്കിൽ ശ്രീകാന്ത് ബുദ്ധിപരമായി കൊടുക്കുന്നുണ്ട്. പോലീസ് വരുമ്പോൾ പോലീസിന് മൊഴി കൊടുക്കുന്നത് വിക്രമാണ് ചന്ദ്രശേഖരനെയും എല്ലാവരെയും കൊന്നത്, ഇനി എന്നെയും കൊല്ലും, എനിക്ക് പേടിയാവുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനയം കാഴ്ചവെച്ച് എന്തായാലും ശ്രീകാന്ത് വിക്രത്തെ കൊടുക്കുന്നുണ്ട്. അപ്പം പോലീസ് പറയുന്നുണ്ട്, എന്തായാലും കോടതിയെ തെളിയിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം താനല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. അങ്ങനെ വിക്രത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കോടതിയിൽ കേസൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ പതുക്കെ ഏത കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അനിയൻകുട്ടൻ മരിച്ചതും ചന്ദ്രശേഖരൻ മരിച്ചതും വിക്രത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോഴും പുറത്ത് കഴുകൻ കണ്ണുമാറ്റി ശ്രീകാന്ത് ഉള്ള കാര്യവും വേദ അറിയുന്നുണ്ട്. അപ്പം തൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം ആരും അറിയാൻ പാടില്ലെന്ന് വേദ തീരുമാനിക്കുന്നുണ്ട്. താൻ എവിടെയാണെന്ന് പോലും ആരും അറിയാൻ പാടില്ലെന്ന് തന്നെ വേദ വിചാരിക്കുന്നുണ്ട്. താൻ ഇനി ജീവിച്ചിരിപ്പുണ്ടെന്നും താൻ ഗർഭിണിയാണെന്നുള്ള കാര്യവും പുറത്താരെങ്കിലും അറിഞ്ഞാൽ തൻ്റെ ജീവൻ ആപത്താണെന്നും തന്നെയും കൊല്ലുമെന്ന് വേദയ്ക്ക് നന്നായിട്ട് അറിയാം. മാത്രവുമല്ല വിക്രം കൂടെ ഇല്ലെന്ന്, അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാമെന്നുള്ള കാര്യം വേദ അറിയാം. അങ്ങനെ എങ്ങനെയെങ്കിലും ഇനി വിക്രത്തെ കാണണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ കേസ് കോടതിയിൽ എത്തുന്നുണ്ട്. അവിടെ അപ്പോഴത്തേക്ക് മാഷും കമലമ്മയും എല്ലാവരും കേസിനെ കുറിച്ച് അറിയുന്നുണ്ട്. അവിടത്തേക്ക് അതേപോലെ ശ്രീനി സാറും എല്ലാവരും എത്തുന്നുണ്ട്. കോടതിയിലേക്ക് വിക്രത്തെ കൊണ്ടുചെല്ലുമ്പോൾ കമലമ്മ ഭയങ്കര കരച്ചിലാണ്. മോനെ മോനെ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ വിക്രത്തിനൊന്ന് സംസാരിക്കാൻ പോലും പോലീസുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ വേദയാണെങ്കിൽ കുറേ ദൂരം ഒളിഞ്ഞു നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. വേദ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വേദയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വേദ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശ്രീകാന്ത് അറിയും വേദ കോടതിയിൽ വന്ന കാര്യവും. അതോടെ കാര്യങ്ങളെല്ലാം മാറി തന്നെയും കൊല്ലുമെന്നുള്ള കാര്യത്തിന് വേദയ്ക്ക് ഉറപ്പാവുന്നുണ്ട്. താൻ മരിച്ചാലും കുഴപ്പമില്ല, തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഒരു രാവണനെ വിട്ടുകൊടുക്കരുതെന്നുള്ള തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് വേദ. അങ്ങനെ വിക്രത്തെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും കോടതിയിൽ ചന്ദ്രശേഖരനെ കൊന്നതിനുള്ള ശിക്ഷാവിധി നടപ്പാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോടതിക്ക് പുറത്ത് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കമലമ്മ നിൽപ്പുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടേക്ക് വരുമ്പോഴും കമലമ്മ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കമലമ്മ എടുത്ത് വിക്രം പറയുന്നുണ്ട്, വേദ എവിടെ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അറിയത്തില്ല മോനെ എന്ന് മാഷ് പറയുന്നുണ്ട്. അവളെവിടെയോ അകപ്പെട്ടിരിക്കുകയാണ്, അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അവളെവിടാണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വേദ എവിടാണെന്ന് എനിക്ക് അറിയത്തില്ല സാറേ, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എവിടാണെങ്കിലും ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ വിക്രത്തിനെ എല്ലാവരും കൂടെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ശങ്കരൻ വരുന്നത്. ശങ്കരനെ കാണുമ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട്. കാരണം മാഷിനും കമലമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ ആദ്യം ഈ കാര്യം ശങ്കരനോടാണ് പറഞ്ഞെന്നുള്ള കാര്യം അവർക്കാർക്കും അറിയത്തില്ലല്ലോ. അങ്ങനെ ശങ്കരൻ നേരെ വിക്രത്തിൻ്റെ അടുത്തോട്ട് വരികയാണ്. വിക്രത്തിൻ്റെ അടുത്തോട്ട് വന്ന് ശങ്കരൻ പറയാണ്, നിങ്ങൾ എന്നെ കാര്യങ്ങളെല്ലാം അറിയിച്ചായിരുന്നു, പക്ഷേ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം മറിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പം വിക്രം ഒന്നും മിണ്ടുന്നില്ല. വിക്രം പറയാണ്, വേദ. അപ്പം ശങ്കരൻ പറയാണ്, അതോർത്ത് നീ വിഷമിക്കേണ്ട, അവളെ സംരക്ഷിക്കാൻ എനിക്കറിയാം, ഞാൻ അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പം അന്നേരവും വിക്രം പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സാറേ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ശങ്കരന് വിഷമം വരുന്നുണ്ട്. ശങ്കരനാണെങ്കിൽ വിക്രത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ഞാനിത് മുന്നേ നിന്നോട് പറയുന്നത് പോലല്ല, എനിക്കറിയാം ഇപ്പോൾ ആരാണ് തെറ്റുകാർ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ മോള് പറയുന്നത് പോലെ നീയല്ല കുറ്റക്കാരൻ, ഇവിടെ മാന്യമായിട്ട് നടക്കുന്ന പലരുമാണ് ചെകുത്താനാണെന്ന് എനിക്കിപ്പം നന്നായിട്ടറിയാം. അതുകൊണ്ട് നിന്നെ ഞാൻ ഇനി ഒരിക്കലും കുറ്റക്കാരനായി കാണത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ തിരിച്ചു വരണം, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ മോളെയും അതേപോലെ അവൾക്ക് അവകാശപ്പെട്ടതെല്ലാം സംരക്ഷിച്ച് ഞാൻ ഇവിടെ തന്നെ കാണും,
നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നും പറഞ്ഞ് വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കമലമ്മയ്ക്കും മാഷിനും വിശ്വനും ശ്രീജിക്കും എല്ലാം ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷേ വിക്രത്തിന് എന്താണെന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം വേദയെ കണ്ടില്ല. വേദയാണെങ്കിൽ ദൂരെ മാറി നിന്ന് വിക്രത്തെ ഇങ്ങനെ കാണുന്നുണ്ട്. കോടതിയിൽ അകത്ത് വെച്ചും ഇങ്ങനെ മറഞ്ഞു നിന്നാണ് വേദ കാണുന്നത്. എന്തായാലും ഭയം കൊണ്ടാണ് വേദ താൻ ഗർഭിണിയാന്നുള്ള കാര്യവും വിക്രത്തിൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റിലുള്ള കാര്യമൊന്നും ആരെയും അറിയിക്കുന്നൊന്നുമില്ല. വിക്രം അതൊന്നും അറിയാതെ ജയിലിലേക്ക് പോവുകയാണ്. വേദയ്ക്കാണെങ്കിൽ സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ ജയിലിലേക്ക് പോകാൻ വേണ്ടി ജീപ്പിൽ കയറുമ്പോഴത്തേക്ക് നമ്മുടെ ദർശൻ വരുന്നുണ്ട്. ദർശൻ വന്ന് വിക്രത്തിനോട് പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഇത്ര വലിയ കഥകളും ചതികളും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. എന്നാലും വിക്രം എൻ്റെ അച്ഛനെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, ഞാൻ ഒരിക്കലും ദർശൻ്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ല, ദർശനൊന്ന് വിശ്വസിക്കുക എന്ന് പറയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ ഇങ്ങനെ ദയനീയമായി പറയുന്നത് നോക്കി ദർശൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വേദയും വിക്രവും കൂടെ ഇനി കുറേ നാളത്തേക്ക് പിരിഞ്ഞ് തന്നെ ജീവിക്കും. വേദ ഗർഭിണിയാന്നുള്ള കാര്യം വിക്രം അറിയാതെ ജയിലിലേക്കും പോവും.